വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ലോകനാഥ്സ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ ഞാനിന്ന് ഓഷോ രജനീഷിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓഷോയ്ക്ക് പല രീതിയിലുള്ള ആരാധകരുണ്ട്. തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കിക്കൊണ്ട ഒരാളാണ് ഓഷോ. എനിക്ക് വളരെയധികം ഈയിടെയായിട്ട് ഞാൻ ഓഷോയുടെ കുറേ ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് എന്നുള്ളൊരു ബുക്കുണ്ട്. അപ്പോൾ നോർമലി the poets or the writers are always thinking and contemplating about death, about love, disappointment, frustration. പക്ഷെ ഓഷോ നമ്മളെ ചിന്തിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കണം എന്നാണ്. വളരെ എന്താ പറയുക, സുഖമായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മളെ അസ്തിത്വത്തിന്, നമ്മുടെ കോസ്മിക് എനർജിക്ക്, നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ഒരു വലിയ ശക്തിക്ക് നമ്മൾ അടിയറവ് പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കണം എന്നാണ്. ബിക്കോസ് that he or she, that ultimate power has decided as to be here. നമ്മളിവിടെ ജനിക്കണമെന്നും നമ്മളിവിടെ ജീവിക്കണമെന്നും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെന്നും ആ പരമാത്മാവ് ആഗ്രഹിക്കുന്നു എന്നാണ് ഓഷോ പറയുന്നത്. എത്ര ദിവ്യമായൊരു സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ്സിന് എപ്പോഴും ഓഷോയുടെ വാക്കുകൾ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഐ ലവ് ഓഷോ. ഡു യു? താങ്ക് യു.